തൻ്റെ കുട്ടിയാണെന്ന ധാരണയിൽ ലാളിച്ചു വളർത്തി വലുതാക്കി കഴിയുമ്പോൾ കുഞ്ഞ് തൻ്റേതല്ലെന്നറിഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉടലെടുത്താലോ? ഈയിടെ പുറത്തിറങ്ങിയ 1000 ബേബീസ് എന്ന സിനിമ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിന് സമാനമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മകളുടെ സൗന്ദര്യത്തിൽ സംശയം തോന്നി DNA ടെസ്റ്റ് നടത്തിയ പിതാവിൻ്റെ ജീവിതം അതിപ്പോൾ സമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് വിയറ്റ്നാമിലാണ്. അദ്ദേഹം തൻ്റെ മകളെ തലയിലും വെക്കാതെയാണ് വളർത്തി വലുതാക്കിയത്. എന്നാൽ മകൾ കൗമാരപ്രായത്തിലെത്തിയതോടെ ആ പിതാവിന് ഒരു സംശയം ഉടലെടുത്തു. ഇത് തൻ്റെ മകളല്ലേ എന്നൊരു ചിന്ത. കാരണം മറ്റൊന്നുമല്ല, ഈ കുട്ടി നാൾക്കുനാൾ അതീവ സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യമാണ് ആ പിതാവിൽ സംശയമുണർത്തിയത്. ആദ്യം അയാൾ സംശയിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെയാണ്. അവൾക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞായിരിക്കാം ഇതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അതോടെ ആ കുടുംബത്തിൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. മിക്കപ്പോഴും അവർ തമ്മിൽ അടിയും വഴക്കുമായി. അങ്ങനെ അയാൾ ഒരു തീരുമാനത്തിലെത്തി. DNA ടെസ്റ്റ് നടത്താം. ആ പരിശോധനയിലാണ് ആദ്യ ടെസ്റ്റ് വരുന്നത്. അത് മറ്റൊന്നുമല്ല, മറ്റൊരാളാണ് ആ കുട്ടിയുടെ പിതാവ്. അത് DNA ടെസ്റ്റിൽ വ്യക്തമായിരിക്കുന്നു. അന്ന് രാത്രി മദ്യപിച്ച ശേഷം ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം DNA ടെസ്റ്റുമായി, ആ റിസൾട്ടുമായി തൻ്റെ ഭാര്യയുടെ മുന്നിൽ എത്തി. ഇതെൻ്റെ മകളല്ല എന്ന് തെളിവ് സഹിതം അദ്ദേഹം ഭാര്യയുടെ മുന്നിൽ സമർത്ഥിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമല്ലാതെ ആ സ്ത്രീ തൻ്റെ മകളെയും കൊണ്ട് ആ വീട് വിട്ടിറങ്ങി. മകൾക്ക് തന്നോട് യാതൊരു സാമ്യവുമില്ല എന്ന തോന്നലാണ് ആ പിതാവിനെ കൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ പ്രേരിപ്പിച്ചത്. എന്നാൽ പിന്നീട് സംഭവിച്ചതാണ് അതിലും വലിയ ട്വിസ്റ്റ്. താൻ മോശക്കാരിയാണെന്ന് പറഞ്ഞതോടെ സ്വന്തം ഭർത്താവിനെയും വിട്ട് സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവർ മറ്റൊരിടത്ത് താമസമാക്കി. അങ്ങനെ തൻ്റെ മകളെ അവർ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. ആ പെൺകുട്ടി സ്കൂളിലെ മറ്റൊരു പെൺകുട്ടിയുമായി വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. ഇതിലൊരു പ്രത്യേകത എന്തെന്നാൽ ഈ 2 കുട്ടികളുടെയും ജനന തീയതി ഒന്ന് തന്നെയായിരുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരെ വീട്ടിലെ ജന്മദിന ആഘോഷ പരിപാടിക്കായി ക്ഷണിച്ചു. അന്ന് വീട്ടിലെത്തിയ തൻ്റെ മകളുടെ കൂട്ടുകാരിയെ കണ്ട് ആ അമ്മ അമ്പരന്നു പോയി. ഇളയ മകളുടെ തനി പകർപ്പായിരുന്നു ആ പെൺകുട്ടിയും. അസാധാരണമായ സാദൃശ്യം അവർ തമ്മിലുണ്ടായിരുന്നു. സംശയം തോന്നിയ യുവതി പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഈ പെൺകുട്ടിയുടെ DNA പരിശോധന നടത്തി. ഈ ടെസ്റ്റാണ് അടുത്ത ടെസ്റ്റായി മാറിയിരിക്കുന്നത്. അവിടുത്തെ വളരെ അറിയപ്പെടുന്ന ആശുപത്രിയുടെ അനാസ്ഥയിലേക്കാണ് ആ DNA ടെസ്റ്റ് വെളിച്ചം വീശിയിരിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലാവുന്നത് ഈ 2 പെൺകുട്ടികളും ജനിച്ചിരിക്കുന്നത് ഇതേ ആശുപത്രിയിൽ തന്നെയാണ്. ഒരേ ദിനത്തിലുമാണ്. പരസ്പരം കുട്ടികളെ മാറിപ്പോയതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഒടുവിൽ 2 കുടുംബങ്ങളും തമ്മിൽ ചർച്ച നടത്തി അവർ തമ്മിലൊരു സമവായത്തിലെത്തി. ഒരുമയോടെ കഴിയാനായിരുന്നു അവരെടുത്ത തീരുമാനം. രക്തബന്ധമല്ലെങ്കിലും മുറിച്ചു മാറ്റാനാകാത്ത വിധത്തിലുള്ള ബന്ധമായി ഈ 2 കുടുംബങ്ങളും തമ്മിൽ. ആശുപത്രിക്കെതിരെ നിയമ നടപടിക്ക് മുതിരുമോ എന്ന കാര്യം ഈ 2 കുടുംബങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. വിയറ്റ്നാമീസ് മാധ്യമമായ ഡോഗ്നാൻ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്ത.